ധാരാളം ആൾക്കാർ, നല്ല കഴിവുകളുള്ള ആൾക്കാരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ധാരാളം, നമ്മളെ ഒന്നുമല്ല, അതിനേക്കാൾ ഇഷ്ടംപോലെ കഴിവുകളുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് പല ജീവിതത്തിന് ഇത്രയും കാലത്തിനുള്ളിലേക്ക്. ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നാച്ചുറലായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചിട്ടുള്ള ആൾക്കാർ മുഴുവനും അവരതുപോലെ ഫോക്കസ്ഡ്, അറിഞ്ഞോ അറിയാതെ ഒരു ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ചെയ്ത പ്രോസസ്സ് അവരറിയാതെ ഈ പറഞ്ഞ ഫോക്കസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായതാണ്. എന്നാൽ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റില്ല, ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറുപ്രായത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലെൻസ് വെച്ചിട്ട് കുറച്ച് പേപ്പർ കഷ്ണം കീറിയിട്ടിട്ട് ഒരു ലെൻസ് അതിൻ്റെ മുകളിൽ പിടിക്കും. ആ ലെൻസ് ഒരേ പോയിന്റിലേക്ക് നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നാൽ അത് കത്തും. പക്ഷേ ചില കൂട്ടുകാരും ഒക്കെ നമ്മൾ കാണിക്കാറുള്ളൊരു മിസ്റ്റേക്ക്, നമ്മൾ കുറേ സമയം നമ്മളിങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൈ നമ്മൾ പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യം മുതലെടുത്ത സംഭവം മുഴുവനും വേസ്റ്റായി. അടുത്ത് കുറച്ച് നേരം കൈ കുറച്ച് നേരം മാറ്റി പിടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പിടിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് 10 മിനിറ്റ് ഇത് പിടിച്ചാൽ കത്തും, ഒരു തീപ്പെട്ടി ഉരയ്ക്കാതെ തന്നെ കത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 10 അല്ല, നമ്മൾ 20 മിനിറ്റ് പിടിച്ചിട്ടും സംഭവം കത്തുന്നില്ല. അപ്പോൾ നമ്മൾ പറയും, ഞാൻ 20 മിനിറ്റായി ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, കത്തുന്നില്ല എന്നൊക്കെ പലപ്പോഴും പല കൂട്ടുകാരും പറയാറുണ്ട്. പക്ഷേ ആ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റും ഒറ്റ സ്ട്രെച്ചിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഇത് കത്തുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ കൈ കഴിക്കുമ്പോൾ നമ്മൾ കൈ വലിക്കും, അപ്പോൾ കത്തുകയില്ല, പേപ്പർ കത്തുകയില്ലെന്ന് മാത്രമല്ല അതുവരെ എടുത്തിട്ടുള്ള എഫേർട്ട് മുഴുവൻ പാഴായിപ്പോവും. ഇപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പോയിന്റിലേക്ക്, നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ജീവിതത്തിൽ നമ്മൾ നോക്കും വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന്. നമ്മുടെ മനസ്സിന് ഒരു പോയിന്റിലേക്ക് അധികം സമയം നമുക്കൊരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മൈൻഡിലൂടെ ഓരോ മണിക്കൂറും ആയിരക്കണക്കിന് 10,000 സാധനങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു സാധനമാണ്. ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിവുള്ളവരൊക്കെയാണ് വലിയ വലിയ മഹർഷിമാരും ഒക്കെ ആക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് അവരുടെ ഒരേ വിഷയത്തിൽ വേണമെങ്കിൽ അവർക്ക് ഫോക്കസ് ചെയ്ത് മണിക്കൂറുകൾ ഇരിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. നോർമൽ ആൾക്കാർക്ക് അതില്ല. പ്രാക്ടീസ് ചെയ്താൽ പക്ഷേ ഇമ്പ്രൂവ് ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ പറ്റും. പ്രാക്ടീസിലൂടെ മാത്രമാണ് അത് സാധിക്കുന്നത്, ഫോക്കസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം പല ആൾക്കാരും ജീവിതത്തിൽ പൊട്ടൻഷ്യൽ ഇല്ലാത്തതുകൊണ്ടല്ല, ധാരാളം ആൾക്കാർ, നല്ല കഴിവുകളുള്ള ആൾക്കാരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ധാരാളം, നമ്മളെ ഒന്നുമല്ല, അതിനേക്കാൾ ഇഷ്ടംപോലെ കഴിവുകളുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് പല ജീവിതത്തിന് ഇത്രയും കാലത്തിനുള്ളിലേക്ക്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല ആൾക്കാർക്കും ഇല്ലാത്തൊരു കാര്യം ഫോക്കസാണ്. ഫോക്കസ് ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് പല ആൾക്കാരും ജീവിതത്തിൽ ഒന്നും എത്താതെ പോകുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു പർട്ടിക്കുലർ ഒരു വിഷയം അവർ ചെയ്യുകയാണെങ്കിൽ അത് ഫോക്കസ്ഡായിട്ട് അധികം കാലം നിർത്താൻ പറ്റിയല്ലോ അവർക്ക്. അതായത് വളരെ കുറച്ച് ഏതാനും ദിവസങ്ങൾ നിർത്താൻ പറ്റും. അത് ഏതാനും ദിവസങ്ങൾ കഴിയുന്നതോടെ അവർ ഔട്ടാവും, അന്നേരം വേറൊരു കാര്യത്തിൻ്റെ വേറെ ഇതിലേക്ക് തിരിഞ്ഞു പോകും. അപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്താണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് ഗ്രോ ചെയ്യും. അതാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ, നമ്മുടെ മൈൻഡിന് അറിയാൻ മേല നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സാധനം നമുക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവൊന്നും മൈൻഡിനില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്? അതിന് ഏറ്റവും ലളിതമായൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെയൊക്കെ മുഖത്ത് വരാറുണ്ട്, മുഖത്തൊക്കെ ചെറിയ കുരുവൊക്കെ വരാറുണ്ട്, ഇല്ലേ? അപ്പോൾ മിക്കവാറും നമ്മൾ എന്താ ചെയ്യുക? നമ്മളതേ പിടിച്ചൊന്ന് ചൊറിഞ്ഞു തുടങ്ങും, നമ്മൾ പയ്യെ ഒന്ന് തോണ്ടി തുടങ്ങും. ഈ തോണ്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തോണ്ടുമ്പോൾ ഈ കുരു വലുതാവും. ഇത് വലുതായി വലിയ മുഴയാവും. പിന്നെ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കീറേണ്ടിയൊക്കെ വരുമ്പോഴും വരാറുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? നമ്മളത് ഫോക്കസ് ചെയ്തു. അത് ഫോക്കസ് ചെയ്തപ്പോൾ തന്നെ അത് വളർന്നു. അതുകൊണ്ട് അങ്ങനെ വളരുള്ളൂ. ഏത് പോസിറ്റീവായിട്ട് വരുമോ നെഗറ്റീവായിട്ട് വരുമോ എന്ന് അറിയാൻ പാടില്ല. പക്ഷേ നമ്മൾ ഒരു കുരുവെ, നമ്മൾ ഒരു ചെറിയൊരു വേദന, ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്ന ഒരു സാധനത്തെ നമ്മൾ തോണ്ടി തുടങ്ങിയപ്പോൾ മുതൽ ഈ സാധനം വലുതായി വരുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പല സാധനങ്ങളും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വലുതാവുന്ന എങ്ങനെയാണെന്നറിയോ? ചെറിയ കാര്യം തോണ്ടി നമ്മളതിൽ ഫോക്കസ് ചെയ്യും. വീടുകളിലൊക്കെ ഉണ്ടാകുന്ന വഴക്കുകളൊക്കെ എങ്ങനെയാണ്? ചെറിയ പ്രശ്നമായിരുന്നത് തുടക്കം. അത് നമ്മൾ തോണ്ടി അത് തന്നെ നമ്മൾ ചിന്തിച്ചു, അത് തന്നെ ഫോക്കസ് ചെയ്തു. അതായത് ആരോടെങ്കിലും നമുക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ സ്വഭാവം എന്താണ്? അത് തീർക്കാതെ നമുക്ക് ഉറക്കം വരികയില്ല. അതൊന്ന് പറഞ്ഞ് തീർക്കാതെ അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടം നമുക്കാണോ അവർക്കാണോ ഇതൊന്നും പ്രശ്നമല്ല. പക്ഷേ നമ്മളോട് എന്തായാലും അവൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്, അതിന് മറുപടി പറയാതെ നമുക്ക് പറ്റിയല്ല, നമുക്ക് ഉറക്കം വരികയില്ല. പക്ഷേ അന്നേരം അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. വീണ്ടും ഒരാളോടൊരു നമുക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അത് സ്ഥിരീകരിക്കത്തക്ക രീതിയിൽ, അല്ലാതെ ആ ആൾ ശരിയല്ല എന്ന് സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ നമ്മുടെ തന്നെ വന്നു ചേരും. നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരാളോട് ഇഷ്ടമില്ല അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഉടനെ തന്നെ നമ്മുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ വന്നോളും.
മറ്റവനെക്കുറിച്ച് നീ അറിഞ്ഞു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് ഒട്ടനെ നമ്മുടെ മൈൻഡ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്താണോ വേണ്ടത് അന്നേരം പ്രോസസ്സിങ് തുടങ്ങും. ആ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ അതിശക്തമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സാധനത്തിലേക്ക് പുള്ളി സെർവർ പയ്യെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ ഏരിയയിലേക്ക് പയ്യെ സെർച്ച് എഞ്ചിൻ അങ്ങോട്ട് തിരിച്ചു. ഈ സെർച്ച് എഞ്ചിൻ തിരിക്കുന്ന പരിപാടി പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സംഭവിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതൊന്നും പലപ്പോഴും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മുടെ ആ മൈൻഡിൻ്റെ ആ പവർ ആ ഫോക്കസ് ചെയ്തെടുക്കാനും ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ യുക്തിക്ക് പോലും ചിന്തിക്കാത്ത ലെവലിൽ. അതുകൊണ്ടാണ് ലോകത്ത് വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും മനസ്സിൻ്റെ പവർ കൊണ്ടാണ്, അത് ഫോക്കസ് ചെയ്തെടുത്തുകൊണ്ടാണ്.